ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീനു ലക്ഷ്മി. ഇന്ന് അങ്ങനെ തിരുവോണമാണ്. ആക്ച്വലി അലാം അടിക്കുന്നതിന് നേരത്തെ ഞാൻ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കും. ആരും എണീറ്റിട്ടില്ല ഇവിടെ. ഇന്ന് ഉണ്ണിച്ചേട്ടനുണ്ട്, കൊച്ചുണ്ട്, അനീഷേട്ടനുണ്ട്, അനീഷേൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് UK എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്നേഹ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറേ വർഷങ്ങളായിട്ട് പല പല വീടുകളിലുമാണ് ഞാൻ ഓണം ആഘോഷിച്ചിട്ടുള്ളത്. ഇത്തവണ സ്വന്തം വീട്ടിൽ ആഘോഷിക്കാൻ പോകണം. അതുകൊണ്ടായിരിക്കും എനിക്ക് രാത്രി ശരിക്കും ഉറക്കമേ ഇല്ലായിരുന്നു. ഞാൻ ഇങ്ങനെ എണീറ്റിരിക്കുമായിരുന്നു. 6:30 ആയോ. അപ്പം എല്ലാവർക്കും ഒരു ഓണാശംസകൾ. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ആയിരിക്കത്തില്ല, മേ ബി. എനിവേസ്, ഇന്ന് നമ്മുടെ വീട്ടിലെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് അത്തപ്പൂക്കളമൊക്കെ ഇടണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഓണമായിട്ട് രാവിലെ കുളിച്ചിട്ട് എന്ത് നിക്കറ മാറാത്തെ? ഞാൻ കുളിച്ചല്ലോ. ഞാൻ കുളിച്ചല്ലോ. ബെസ്റ്റ്. ഇവിടെ ഹലോ സ്നേഹ ഫ്രം UK. സ്നേഹയുടെ കാര്യം പറഞ്ഞത് നീ എന്നോട് കുളിക്കുന്ന ഡ്രസ്സ് മാറാനും പറഞ്ഞില്ലേ? ഞാൻ ഡ്രസ്സ് മാറിയില്ലെന്നുള്ളൂ, പക്ഷെ കുളിച്ചു. ചിലരെ കുളിച്ചില്ല, ഡ്രസ്സ് മാറി. ഇന്ന് കുളിക്കുന്ന ഇന്നലത്തെ പറ്റില്ല നിങ്ങൾ എടുത്തിരുന്നത്. ഇന്നലെ രാത്രി കുളിച്ചിട്ട് കിടന്നു, പിന്നെ ഇന്ന് രാവിലെ കുളിക്കാൻ. ഇന്നലെ രാത്രി അവിടെ കക്കാനൊന്നും പോയില്ലല്ലോ, കിടന്നുറങ്ങുമല്ലായിരുന്നു. അപ്പൊ കക്കാൻ 3 ദിവസങ്ങളിൽ നീ കുളിക്കാറുണ്ടോ? നീ അതല്ലേ പറഞ്ഞത്? അതല്ല, ഇപ്പൊ എനിക്ക് സന്തോഷമായില്ലേ? രാവിലെ ഉണ്ണിച്ചറം വന്നില്ലല്ലോ സന്തോഷമായില്ലേ? നമുക്കൊരു എതിരാളിയല്ല. താജ്മഹൽ പണിഞ്ഞു കഴിഞ്ഞു. സിമ്പിൾ പരിപാടി. ഇനി ഗൈസ് ഇവിടെ ഫിൽ ചെയ്യും. അത് ഒരെണ്ണം ഇടുമ്പോ കറക്റ്റായിട്ട് പിന്നെ ആൾക്കാർ എങ്ങനെ 10 ദിവസം അത്തപ്പൂക്കൾ ഇട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാവരും 10 പൂവ് എടുത്ത് പെറുക്കി. 10 പൂവല്ല, വീട്ടിൽ 20 പേരുണ്ടായിരുന്നു. ഭയങ്കര കൺഫ്യൂസിങ്. പിന്നെ ഒരുപാട് പൂക്കളൊന്നും ഇല്ല, ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന പൂക്കളൊക്കെ ഉള്ളു. ഞാൻ ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് പോയി. പടം കാണിച്ചു ഏത് ഭാഷ? ഈ ഡിസൈനിന്റെ പേരെന്താണ് ഗൈസ്? പേരില്ലാത്ത ഡിസൈൻ. ഇങ്ങനൊന്നും അല്ലായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷെ അപ്പൊ ഇന്ന് അങ്ങനെ നമ്മൾ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇവിടെ എത്തിച്ചേർന്നിരുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കുറെ നാളായിട്ട് ഞങ്ങൾ ഇതേ വീട്ടിലും ഇങ്ങനത്തെ വീട്ടിലും ഇടത്തിച്ചിന്റെ വീട്ടിലും ഒക്കെ വന്ന് ഓണം ആഘോഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ ഇങ്ങനൊരു ഓണം ആഘോഷിക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ.
കളിവഞ്ചിപ്പാട്ടായി. Ready? 1, 2, 3, start. Up, 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 Ready? 1, 2, ഇത് സ്ലോവർ ഇരിക്കാതെ തോന്നാൻ പാടില്ല. കാറ്റ് വളരെ തോന്നാം. Ready? 1, 2, 3. Here, ready? 1, 2, 3, start. Knees, butts, shoulder, heads, glass. 3, 2, 1. Knees, heads, butts, knees. Butts, shoulder, glass. Three, two, one, go. Butts, shoulder, heads, shoulder, butts, knees, shoulder, glass. Okay. Three, two, one, go. Butts, knees, shoulder, glass. അതെ ഞങ്ങൾ പായസം വന്നിരുന്നു അടുത്ത നമ്മൾ തന്നെ വന്നു അടുത്ത പ്രാവശ്യം നമ്മൾ തന്നെ അവിയല് പരിപ്പ്
ലാസ്റ്റ് റൗണ്ട് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അപ്പച്ചി? അപ്പച്ചി ഇത് സെറ്റ് സാരി ഉടുക്കൊണ്ട് വന്നില്ല, അത് ഞങ്ങൾ ക്ഷമിച്ചു. അതുകൊണ്ട് എന്നാലും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഉമ്മ എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? ഓണം വളരെ അടിപൊളിയായിരുന്നു. ദേവ എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? സൂപ്പർ ആയിരുന്നു. സിത്തപ്പ എങ്ങനെ ഉണ്ടായിരുന്നു? സിത്തപ്പ ഓണം ഡബിൾ മധുരമായിരുന്നു. നമുക്ക് പറയുന്നു. പോമേ എങ്ങനെ ഉണ്ടായിരുന്നു? പോമേ ഓണം നല്ലതായിരുന്നു. എല്ലാവരോടും ഒത്തുകൂടിയപ്പം വളരെ സന്തോഷം തോന്നി. അടുത്ത ഓണത്തിന് ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും നല്ല സന്തോഷമായിരുന്നു. അടുത്ത ഓണത്തിന് തിരുവാതിരകളി എല്ലാവരും പഠിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. സൂപ്പർ ഓണം. സെറ്റ്